Dear students, welcome to Learner's World. In this video, I'm going to talk about Louis Pirandello's speech at the Nobel Banquet, FIUGP Semester 2 AC Commerce and Management, Calicut University. Summary of Louis Pirandello's speech at the Nobel Banquet is a formal speech delivered by the Italian writer and dramatist Louis Pirandello after receiving the Nobel Prize in Literature. അപ്പോൾ ഇറ്റാലിയൻ നാടകകൃത്തും നോവലിസ്റ്റുമായിട്ടുള്ള ലൂയി പിരാൻഡല്ലോ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള പ്രസംഗമാണ് നമുക്ക് പഠിക്കാനുള്ള ലൂയി പിരാൻഡല്ലോ സ്പീച്ച് അറ്റ് ദ നൊബേൽ ബാങ്കറ്റ് എന്ന് പറയുന്നത്. The speech is important because it highlights the value of literature, the responsibilities of a writer, and the meaning of artistic success. It also helps students understand how language can be used effectively to communicate ideas and emotions. ഈ പ്രസംഗം സാഹിത്യത്തിൻ്റെ മഹത്വം, എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തം, കലാപരമായ വിജയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നിവയെക്കുറിച്ചിട്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആശയങ്ങളും വികാരങ്ങളും ഫലപ്രദമായി എങ്ങനെ അവതരിപ്പിക്കാമെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനും ഈ ഒരു സ്പീച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. In his speech, Pirandello reflects on the honor of receiving the Nobel Prize. He expresses gratitude for the recognition, but also reminds the audience that true literary value does not depend only on awards and fame. പ്രസംഗത്തിൽ ലൂയി പിരാൻഡല്ലോ നൊബേൽ സമ്മാനം ലഭിച്ചതിലുള്ള തൻ്റെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു എഴുത്തുകാരൻ്റെ യഥാർത്ഥ മൂല്യം അവാർഡുകളിലും പ്രശസ്തിയിലും മാത്രം അധിഷ്ഠിതമല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യജീവിതത്തെയും സമൂഹത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ള കഴിവാണ് സാഹിത്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹിം, ദ റിയൽ വർത്ത് ഓഫ് ലിറ്ററേച്ചർ ലൈസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ടു റിവീൽ ഡീപ്പർ ട്രൂത്ത് അബൌട്ട് ഹ്യൂമൻ ലൈഫ് ആൻഡ് സൊസൈറ്റി. അതായത് മനുഷ്യരെക്കുറിച്ചിട്ടും സമൂഹത്തെക്കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള ആഴത്തിൽ അറിയാനുള്ള ഒരു കഴിവാണ് സാഹിത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Pirandello was well known for exploring themes such as identity, illusion and reality in his works. പിരാൻഡലോയുടെ രചനകളിൽ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം, അതുപോലെ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി, മിഥ്യയും യാഥാർത്ഥ്യവും ഒക്കെ പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നുണ്ട്. ദീസ് ഐഡിയാസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് സ്പീച്ച് ആസ് വെൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ഇത് നമുക്ക് കാണാൻ കഴിയും. ഈ സജസ്റ്റ് ദാറ്റ് പീപ്പിൾ ഓഫൺ വെയർ സോഷ്യൽ മാസ്ക് ആൻഡ് ഹൈഡ് ദെയർ ട്രൂ സെൽഫ്സ്. ത്രൂ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, റൈറ്റേഴ്സ് ക്യാൻ അൺകവർ ദീസ് ഹിഡൻ റിയാലിറ്റീസ് ആൻഡ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദംസെൽസ് ബെറ്റർ. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യർ പലപ്പോഴും അവരുടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് സാമൂഹിക മുഖംമൂടികൾ ധരിക്കാറുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. സാഹിത്യവും കലയും ഈ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ പുറത്തു കൊണ്ടുവരികയും മനുഷ്യർക്ക് സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദ സ്പീച്ച് ഓൾസോ ഫോക്കസ് ഓൺ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റൈറ്റേഴ്സ്. എഴുത്തുകാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. പിരാൻഡല്ലോ ബിലീവ്സ് ദാറ്റ് റൈറ്റേഴ്സ് ഷുഡ് നോട്ട് ക്രിയേറ്റ് വർക്ക്സ് മിയർലി ഫോർ പോപ്പുലാരിറ്റി ഓർ റെക്കഗ്നീഷൻ. പ്രശസ്തിക്കോ അംഗീകാരത്തിനോ വേണ്ടി മാത്രം എഴുതരുതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഇൻസ്റ്റെഡ് ദേ ഷുഡ് റിമൈൻ ഓണസ്റ്റ്, ഒറിജിനൽ ആൻഡ് കമ്മിറ്റഡ് ടു എക്സ്പ്രസിങ് ദ ട്രൂത്ത്. അതിന് പകരമായിട്ട് സത്യസന്ധമായിട്ടും പുതുമയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സത്യം അവതരിപ്പിക്കാനുള്ള ഒരു പ്രതിബദ്ധത എഴുത്തുകാർക്ക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ക്രിയേറ്റീവ് വർക്ക് റിക്വയർ ഡെഡിക്കേഷൻ, ഇമാജിനേഷൻ ആൻഡ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ആർ റീഡേഴ്സ് ആൻഡ് സൊസൈറ്റി. ക്രിയേറ്റീവ് വർക്ക്, ഒരു സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനത്തിന് കഠിനാധ്വാനവും ഭാവനാശക്തിയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധമൊക്കെ ആവശ്യമാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് തീം ഇൻ ദ സ്പീച്ച് ഇസ് ഹ്യൂമിലിറ്റി. വിനയാണ് പ്രസംഗത്തിലെ മറ്റൊരു വിഷയം. ഓൾദോ പിരാൻഡല്ലോ റിസീവ്ഡ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഓണേഴ്സ് ഇൻ ലിറ്ററേച്ചർ, ഹി സ്പീക്സ് വിത്ത് മോഡസ്റ്റി ആൻഡ് ഡിഗ്നിറ്റി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായ നൊബേൽ സമ്മാനം നേടിയിട്ടും അദ്ദേഹം വളരെ വിനയത്തോടെയും മാന്യതയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. He acknowledges the importance of recognition, but emphasizes that artistic achievement comes from sincere effort and creative vision rather than public praise alone. അദ്ദേഹം പറയുന്നുണ്ട്, അംഗീകാരം എന്ന് പറയുന്നത് പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഓണർ അവാർഡൊക്കെ.
യഥാർത്ഥ കലാപരമായിട്ടുള്ള നേട്ടം ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിലും സൃഷ്ടിപരമായ ദർശനത്തിലുമാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദ സ്പീച്ച് ഈസ് ഓൾസോ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ceremonial speaking. It shows how a speaker can combine gratitude, personal reflection and important ideas in a formal setting. ഈ പ്രസംഗം ഒരു മികച്ച ഔപചാരിക പ്രസംഗത്തിൻ്റെ മാതൃക കൂടിയാണ്. നന്ദി, വ്യക്തിപരമായ ചിന്തകൾ, പ്രധാന ആശയങ്ങൾ എന്നിവ എങ്ങനെ സമന്വയിപ്പിക്കാമെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. സ്റ്റുഡൻസ് ക്യാൻ ലേൺ ഹൗ സ്പീച്ചസ് are organized, how arguments are developed and how a strong message is delivered to an audience. അതായത് കുട്ടികൾ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട് ഈ ഒരു സ്പീച്ചിലൂടെ. ഒരു പ്രസംഗം എങ്ങനെ ആരംഭിക്കണം, ആശയങ്ങൾ എങ്ങനെ വികസിപ്പിക്കണം, ശക്തമായ സന്ദേശത്തോടെ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ ഈ ഒരു സ്പീച്ചിലൂടെ കുട്ടികൾ സ്റ്റുഡൻസ് പഠിക്കേണ്ടതുണ്ട്. ഇൻ കൺക്ലൂഷൻ, ലൂയി പിരാൻഡലോസ് സ്പീച്ച് അറ്റ് ദ നൊബേൽ ബാങ്ക്വറ്റ് ഈസ് എ തോട്ട്ഫുൾ റിഫ്ലക്ഷൻ ഓൺ ലിറ്ററേച്ചർ, ക്രിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദ സ്പീച്ച് ടീച്ചേഴ്സ് that while awards bring honor, the true purpose of literature is to reveal truth, inspire understanding, and enrich human life. It remains an important text for understanding both the art of writing and the art of public speaking. അപ്പോൾ ഈ ഒരു സ്പീച്ചിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഉപസംഹാരം ചെയ്യുകയാണെങ്കിൽ, ലൂയി പിരാൻഡലോസ് സ്പീച്ച് അറ്റ് ദ നൊബേൽ ബാങ്ക്വറ്റ് എന്ന് പറയുന്നത് സാഹിത്യം, സർഗാത്മകത, വ്യക്തിത്വം, ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചിട്ടുള്ള ഗൗരവമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്പീച്ചാണ്, ഒരു പ്രസംഗമാണ്. അവാർഡുകൾ, ബഹുമതി, ഇതൊക്കെ സാഹിത്യത്തിൻ്റെ അവാർഡുകളും ബഹുമതികളൊക്കെ എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, സത്യം വെളിപ്പെടുത്തുകയും മനുഷ്യരെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും മനുഷ്യജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ പ്രസംഗം പഠിപ്പിക്കുന്നു. അതായത് നമുക്ക് അവാർഡും നമുക്ക് ബഹുമതിയും കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെ ആണെങ്കിലും നമ്മൾ ഒരു സാഹിത്യ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ അതായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ.